നിങ്ങളുടെ ഭാര്യയ്ക്ക് ശാരീരിക ബന്ധത്തിൽ താല്പര്യം നഷ്ടപ്പെട്ടതായി തോന്നുന്നുണ്ടോ? പല ഭർത്താക്കന്മാർക്കും ഇതൊരു വലിയ പ്രശ്നമായി തോന്നാറുണ്ടാകും. ചിലർക്ക് ആശയക്കുഴപ്പവും വേദനയും തോന്നുന്നു. പക്ഷേ പലപ്പോഴും കാരണങ്ങൾ ആരംഭിക്കുന്നത് മാനസികവും ശാരീരികവുമാണ്. ഇത് നിരസിക്കലല്ല, ഇതൊരു സൂചനയാണ്, ഒരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ ബന്ധം കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് അതിൻ്റെ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കേണ്ടതുണ്ട്. അതെങ്ങനെ തിരിച്ചറിയാം? ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. നമസ്കാരം, ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. സ്ത്രീകളുടെ താൽപ്പര്യക്കുറവിൻ്റെ പ്രധാന കാരണം വൈകാരികവും മാനസികവുമായ പ്രശ്നങ്ങളാകാം. താൽപ്പര്യക്കുറവ് പലപ്പോഴും വൈകാരിക അകലം പാലിക്കുന്നതിലൂടെ ആരംഭിക്കുന്നു. ദൈനംദിന സമ്മർദ്ദം, കുട്ടികളുടെ പരിചരണം, വീട്ടുജോലികൾ, സാമ്പത്തിക സമ്മർദ്ദം എന്നിവ അവളുടെ മാനസിക ശക്തിയെ ചോർത്തിക്കളയും. ചെറിയ അവഗണനയുടെ വാക്കുകളോ കാലക്രമേണ ആവർത്തിച്ചുള്ള വിമർശനമോ അവളുടെ ഹൃദയത്തെ തകർക്കുന്നു. ചിലപ്പോൾ ഭർത്താവിൽ നിന്നുള്ള ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റം, അശ്രദ്ധ എന്നിവ ഒരു മാനസിക തടസ്സം സൃഷ്ടിക്കുന്നു. അത് അവളെ ഭാവനാപൂർവമായ ദൂരത്തിലേക്ക് നയിക്കുന്നു. സ്ത്രീകളുടെ താൽപ്പര്യക്കുറവിൻ്റെ മറ്റൊരു പ്രധാന കാരണം ശാരീരികവും ഹോർമോൺപരവുമായ പ്രശ്നങ്ങളാകാം. പ്രസവാനന്തര മാറ്റങ്ങൾ, ആർത്തവ ചക്രങ്ങൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവ സ്വാഭാവികമായും ആഗ്രഹത്തെ കുറയ്ക്കുന്നു. ആർത്തവകാലത്തുള്ള ക്ഷീണം, ഉറക്കക്കുറവ്, പോഷകാഹാരക്കുറവ്, മരുന്നുകൾ എന്നിവ അവളുടെ ലൈംഗികാഭിലാഷത്തെ കൂടുതൽ ബാധിച്ചേക്കാം. ആർത്തവ സമയത്ത് അവളുടെ ശരീരവും മനസ്സും ശാരീരിക ബന്ധത്തിന് തയ്യാറാകണമെന്നില്ല. ഇത് സാധാരണമാണ്, വ്യക്തിപരമായ നിരസിക്കലല്ല. ഒരു സ്ത്രീ ശാരീരികമായും മാനസികമായും വിശ്രമിക്കേണ്ട സമയമാണ് ആർത്തവകാലം. സ്ത്രീകളുടെ താൽപ്പര്യക്കുറവിൻ്റെ മറ്റൊരു കാരണം ശാരീരിക ബന്ധത്തിൻ്റെ ചില രീതികൾ അസ്വസ്ഥതയോ വേദനാജനകമോ ആയി തോന്നിയേക്കാം. ശാരീരിക ബന്ധത്തിൽ അസ്വസ്ഥത തോന്നുമ്പോൾ അവളുടെ ആഗ്രഹം സ്വാഭാവികമായും കുറയുന്നു. ചില ശാരീരിക സമീപനങ്ങൾ അല്ലെങ്കിൽ പൊസിഷനുകൾ അവൾക്ക് സൗകര്യപ്രദമായിരിക്കില്ല. അശാന്തിയും സമ്മർദ്ദവും ഉണ്ടാക്കുന്ന സമീപനങ്ങൾ അവളുടെ താല്പര്യം കുറക്കും. ഇത് നിരസിക്കലല്ല, ഇതിൽ ശ്രദ്ധയും സ്നേഹവും ഉപയോഗിച്ച് അല്ലെങ്കിൽ മൃദുലമായ സ്പർശം, വൈകാരിക പരിചരണം എന്നിവയിലൂടെ അവളുടെ താല്പര്യം വീണ്ടും ഉണർത്താം. വൈകാരിക അകലവും ബാഹ്യ താൽപ്പര്യവും ശാരീരിക ബന്ധത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിന് കാരണമാകാം. ഒരു ഭാര്യ താൻ വൈകാരികമായി കാണപ്പെടാത്തതോ വിലമതിക്കാത്തതോ ആണെന്ന് തോന്നുമ്പോൾ, അഥവാ അവൾ ഭർത്താവിൽ നിന്നുള്ള സ്നേഹവും മനസ്സിലാക്കലും കുറവാണെന്ന് ചിന്തിക്കുമ്പോൾ, അവൾ അറിയാതെ തന്നെ മറ്റെവിടെയെങ്കിലും അല്ലെങ്കിൽ മറ്റാരിൽ നിന്നെങ്കിലും വൈകാരികമോ മാനസികമോ ആയ അടുപ്പം തേടാം. ഇത് എല്ലായ്പ്പോഴും ഒരു ശാരീരിക ബന്ധത്തെ അർത്ഥമാക്കുന്നില്ല, പക്ഷെ അത് നിറവേറ്റപ്പെടാത്ത വൈകാരിക ആവശ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പ്രധാനമായും തുറന്ന ആശയവിനിമയം, അവൾക്ക് പറയാനുള്ളത് കേൾക്കൽ, വൈകാരിക അടുപ്പം എന്നിവ പ്രധാനമാണ്. മാനസിക ബന്ധത്തിലും ആശയവിനിമയത്തിലുമുള്ള വിടവുകൾ ഒരു കാരണമാകാറുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ എല്ലാം നിശബ്ദമായി പോകുമ്പോൾ ഹൃദയങ്ങൾ വേർപിരിയുന്നു. നിശബ്ദ പിരിമുറുക്കം, പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്നേഹപൂർവമായ സംഭാഷണത്തിൻ്റെ അഭാവം, നിരാശ എന്നിവ വൈകാരിക അകലം സൃഷ്ടിക്കുന്നു. കൂടാതെ ചെറിയ തെറ്റിദ്ധാരണകൾ അടിഞ്ഞുകൂടുന്നു. ക്രമേണ ശാരീരിക ബന്ധത്തിനോടുള്ള ആഗ്രഹം കുറയുന്നു. സഹാനുഭൂതിയും ശ്രദ്ധയും കൊണ്ടാണ് ബന്ധം വീണ്ടും ആരംഭിക്കുന്നത്. ആഗ്രഹവും സ്നേഹവും പുനരുജ്ജീവിപ്പിക്കുന്നതിന് പ്രണയം സംഭാഷണത്തിൽ ആരംഭിക്കുക. അവളുടെ അനുഭവങ്ങൾ കേൾക്കുകയും അവളുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ചെറിയ ആംഗ്യങ്ങളിലും വാക്കുകളിലും സ്പർശനങ്ങളിലും സ്നേഹവും കരുതലും കാണിക്കുക. സ്ഥിരമായ വൈകാരിക പിന്തുണ സ്വാഭാവികമായും ശാരീരിക അടുപ്പത്തിലുള്ള താല്പര്യം പുനഃസ്ഥാപിക്കുന്നു. ഓർമ്മിക്കുക, വൈകാരിക അടുപ്പം ശാരീരിക അടുപ്പത്തിലേക്ക് തിരിക്കുന്നു. മാനസിക പിന്തുണയും സുരക്ഷിതത്വവും വിലപ്പെട്ടതാണെന്ന് തോന്നുമ്പോൾ ആഗ്രഹം സ്വാഭാവികമായി തിരിച്ചു വരും. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.